ഹേ ഗായ്സ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ഷവായി ഉണ്ടാക്കാൻ പോണേ. ചിക്കൻ ഷവായി ഞാനാണ് കുക്കർ, അതുകൊണ്ട് എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്നാളും ഉണ്ടാക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കോഴിക്കുട്ടൻ. ഇവനെയാണ് നമ്മളിന്ന് ഷവായി ആക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഇവൻ ഷവായി ആകും, അല്ലെങ്കിൽ ഇവൻ ഷവാകും. ഇതിൽ ഏതെങ്കിലും ഇന്ന് നടക്കും ഗൈസ്. ഇവന് നമുക്കൊന്ന് വരഞ്ഞ് കീറി മസാലയൊക്കെ തേച്ചൊന്ന് സെറ്റപ്പാക്കണം ഗൈസ്. അതിനും ഞാൻ തക്കാളി മുളകൊക്കെ അരിഞ്ഞ് അതും സെറ്റാക്കണം. അപ്പം ഇവിടെ മുളകൊക്കെ തേച്ച് 2 മണിക്കൂർ നമുക്കിവനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ഇവനൊന്ന് സെറ്റപ്പായി വരുള്ളൂ. അങ്ങനെ നമ്മുടെ കോഴി വരഞ്ഞ് കയറി സെറ്റപ്പ് ചെയ്ത് ഗൈസ്. കണ്ടോ, ഒരു 15 വരയാണ്ടുണ്ട്. അവൻ്റെ ചന്തിക്ക് കൊടുത്തേൻ 2 വര. പിന്നെ ഇത് മുളക് പൊടിയും മറ്റേ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഗൈസിനകത്ത്. ഓക്കെ, ഇതിനകത്ത് പിന്നെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അതെല്ലാം തന്നെ മിക്സ് ചെയ്താൽ അത്. അപ്പം ചിക്കൻ റെഡി, നമ്മുടെ മസാലക്കൂട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഈ തക്കാളിയുടെ ഇതുണ്ടല്ലോ, അത് നമ്മൾ കുറച്ചങ്ങോട്ട് ഇവനങ്ങോട്ട് പെരട്ടണം. ഉണ്ടോ, ഇത്രയും കേസുള്ളൂ ഗൈസ്. പിന്നെ കുറേച്ച് എടുത്തങ്ങോട്ട് പെരട്ടുക കേട്ടോ. ഇത്രയും കേസേ ഉള്ളൂ. എന്നിട്ട് ഇവനെ മലത്തി അങ്ങോട്ട് വെക്കുക. മലത്തി വെച്ചിട്ട് ഇവനെ ഒന്നും കൂടെ അങ്ങോട്ട് തേക്കുക കേട്ടോ. ആഹാ, എന്ത് രസം. ആയിട്ടില്ല അത് വെന്തിട്ട് നമുക്ക് കഴിക്കാം. പൊക്കോ ഗൈസ്. ഇനി നമ്മൾ കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ പൊടിയില്ലേ അതെല്ലാം കൂടെ തേച്ച് ഇവനെ അങ്ങോട്ട് പിടിപ്പിക്കണം. കണ്ടോ, ഇത്രയുള്ളൂ ഗൈസ്. ഗൈസ് എന്താവുമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ പാളും, ചിലപ്പം വിജയിക്കും. എന്താണേലും നമ്മൾ കഴിക്കും ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ഇനി ഇവനെ നമ്മൾ ഉണ്ടോ, ഈ വരഞ്ഞതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് നല്ലപോലെ മസാല പെരട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലപോലെ കുക്കാവും, മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇനി ഇവനെ നമ്മൾ മലത്തി അടിക്കണം. അയ്യോ, ഇവന് ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അമ്മ ഇവിടെ നിന്ന് ഇവനെ അങ്ങ് തേച്ചങ്ങോട്ട് പിടിപ്പിക്കണം. ഉണ്ടോ, ഇത്രയും കേസേ ഉള്ളൂ. പൂച്ച ഓടിക്കോ നീ, അല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ ഫ്രൈ ആക്കും ഗൈസ്. എല്ലായിടത്തും നമ്മൾ പിടിപ്പിക്കണം കേട്ടോ, ഒരെട്ടം പോലും കളയരുത്. എല്ലായിടത്തും നമ്മൾ മസാല അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പീഡിപ്പിച്ചാൽ ഇവൻ വെന്തി ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് ഉണ്ടോ, കൈയും കാലും തുടയും എല്ലാം നമ്മൾ നല്ല സെറ്റപ്പായിട്ട് പീഡിപ്പിക്കണം ഗൈസ്. ഇത്രയും കേസേ ഉള്ളൂ ഉണ്ടോ. അങ്ങനെ നമ്മുടെ മസാലയും അതും ഇതും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എല്ലായിടത്തും നമ്മൾ മുളക് തേച്ച് ഗൈസ്. കണ്ടോ, അവൻ്റെ ഫുള്ള് നമ്മൾ മുളക് തേച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവൻ്റെ ചന്തയൊന്ന് പുകയും, ചന്തയ്ക്ക് വരെ നമ്മൾ തേച്ച് ഒരു ദാശിനും നമ്മൾ കാണിക്കില്ല. കാരണം നമ്മുടെ ചിക്കൻ നല്ല രുചി വേണം ഗൈസ്, രുചി വേണം. വീട്ടുകാരിന്ന് വാവൂന്ന് വെക്കും. എന്നാലും നമുക്കിനി 2 മണിക്കൂർ ഇത് കൊണ്ട് വെക്കാം ഗൈസ്. ഒരു 2 മണിക്കൂർ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്ന് മസാല എല്ലാം ഒന്ന് പിടിക്കുന്നതിനും ഞാൻ പോയി ഒരു ചപ്പാത്തി മേടിച്ചിട്ട് വരാം. ചപ്പാത്തി മേടിച്ചില്ല ഗൈസ്, ചപ്പാത്തി ഇതും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇനി 2 മണിക്കൂർ നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം. അപ്പം ഞാൻ പോയി ചപ്പാത്തിയൊക്കെ മേടിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം ഗൈസ്. നമ്മൾ തീ കത്തിക്കുന്നത് വീണ്ടും പുറത്താട്ടോ. ഇവിടെ ആയിട്ടാണ് നമ്മൾ തീ കത്തിക്കുന്നത്. ഉണ്ടോ, ഇതൊരു തട്ടിക്കൂട്ട് അടുപ്പാട്ടോ ഗൈസ്. ഇവിടെ ഇപ്പം നമ്മൾ നൈസായിട്ട് കുറച്ച് പെട്രോളോ മണ്ണെണ്ണ വല്ല ഒഴിക്കുന്നു, ഒരൊറ്റ തീ കത്തിക്കുന്നു. ഓക്കെ, എന്നിട്ട് കുക്കർ വെക്കുന്നു, ഉണ്ടാക്കുന്നു. ഇതിനകത്തേക്ക് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങോട്ട് വരണം. പക്ഷേ ചിക്കൻ കയറുന്നില്ല ഗൈസ്. ഇങ്ങനെ ഫുള്ളായിട്ട് ചിക്കൻ ഇതിനകത്ത് കിട്ടാൽ മതി ഗൈസ്. ഉണ്ടോ, ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനെ നമ്മൾ കുക്കറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതെടുത്ത് നമ്മൾ നേരെ തീയിലോട്ട് അങ്ങോട്ട് വെക്കുന്നു. ഈ അടുപ്പത്താണ് ഗൈസ് നമ്മുടെ എല്ലാം നടക്കുന്നത്. തീ കെട്ടുപോയി ഗൈസ്. കണ്ടോ, നമുക്ക് നൈസായിട്ട് ഊത് നോക്കാം. ഗൈസ് നോക്കൂ, തീ കത്തി കത്തറാന്നോട്ട്. എൻ്റെ ഉള്ള കാറ്റും കൂടെ കളഞ്ഞാൽ നിന്നെയും കത്തിച്ച്. ഓക്കേ, നമ്മുടെ സകല പരിപാടിയും കഴിഞ്ഞു. ഒരു 20 മിനിറ്റിന് കുക്കറിനകത്തിട്ട് 2 വിസിലും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴി റെഡി. പിന്നെ ചപ്പാത്തിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ആ കൈ കണ്ടോ, കൈ മൊത്തം അതിൻ്റെ മസാല പറ്റിയത് കുക്കറിലേക്ക് എടുത്ത് കുഴഞ്ഞിട്ടതാണ്. അതൊരു പഴയ കുക്കറാട്ടോ, അതാണ് ഞാൻ വീണ്ടും പുറത്തോട്ടാക്കിയത്. എങ്ങാനും കുക്കർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ വിഷയമാണല്ലോ, അതുകൊണ്ട് ഞാൻ നൈസായിട്ട് വീണ്ടും പുറത്തോട്ടാക്കി. ഞാനല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എന്ത് സംഭവിക്കാം.
അതുകൊണ്ട് ഞാനൊരു പഴയ കുക്കർ എടുത്തിട്ട് വീണ്ടും പുറത്തേക്ക് തീയങ്ങ് കൂട്ടി. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി തെറിച്ചാൽ വിഷയില്ല. അത് വിസിലടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, അത് പോയ കുക്കറാണ്. എൻ്റെ ആൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എടുക്കുക. വെന്ത് കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കുന്നു, പിന്നെ നമ്മൾ ഉരുളിക്കകത്തേക്ക് ഇടുന്നു, ഒന്നും കൂടെ അങ്ങോട്ട് വറക്കുന്നു, എന്നിട്ട് നമ്മൾ ചപ്പാത്തി കൂട്ടി അടിക്കുന്നു. ഓക്കെ, നമുക്കിനി ഇതിനകത്ത് എടുത്ത് നോക്കാം. ആയോന്ന് അറിയണമല്ലോ. നമുക്കിനി ഇവനെ ഒന്ന് തുറന്ന് നോക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ എല്ലാം സെറ്റാണ്. നോക്കി ഗൈസ്, കോഴി നല്ല സെറ്റപ്പായിട്ട് കുക്കായിട്ടുണ്ട്. നോക്കി പീസൊക്കെ നല്ല രീതി കണ്ടോ, നല്ല രീതി വെന്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ എടുത്തിട്ട് നമ്മുടെ ഉരുളിക്കകത്തേക്ക് ഇടണം. എന്നിട്ട് ചെറിയ മസാലയൊക്കെ ഇട്ട് ഒരു പിടി പിടിക്കുന്നതിന് ഓക്കെ ആവും. അപ്പോൾ ഇനി നമുക്ക് ഉരുളിക്കകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ കോഴി എടുത്തങ്ങ് ഇടണം. ഓക്കെ, എന്നിട്ട് ഒന്ന് മൂപ്പിച്ചിങ്ങ് എടുത്താൽ ഓക്കെയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കോഴിക്കോട്ടൻ. ഇവനെ എടുത്ത് നമ്മൾ നൈസായിട്ട്, ഓ ഗൈസ് നല്ല ചൂടാണല്ലോ. അയ്യോ ഗൈസ് ഭയങ്കര ചൂട്. ഇവ ശരിക്കും വെന്ത് പോയി ഗൈസ്. എടുത്തപ്പോൾ തന്നെ നോക്കിയ പീസൊക്കെ വിട്ടു പോയി, അതുപോലെ വെന്ത് പോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റ് താഴെ വേവിച്ചാൽ മതി. അല്ലെങ്കിൽ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പീസെല്ലാം ഇങ്ങനെ വിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ഇവനെ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ കോഴി വറുത്ത് മാറ്റിയിടണം കേട്ടോ. പുറത്ത് നല്ല മഴയാണ് ഗൈസ് കണ്ടോ. നമുക്ക് ഈ നൈസായിട്ട് ഇതിനകത്തേക്ക് ഈ കുറച്ച് തക്കാളിയും കുറച്ച് സവോളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഗൈസ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മഴ കാരണം നമ്മൾ മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മൾ ഈ ചെറിയ എണ്ണയ്ക്കകത്തിട്ട് അങ്ങനെ വഴറ്റി എടുക്കും. ഗൈസ് നല്ല കാറ്റായി, നമ്മുടെ തീ കണ്ടോ, തീ കെട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് ഗ്രേവി എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി കൊണ്ട് നല്ലപോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നൈസായിട്ടൊന്ന് ഇച്ചിരി കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ മുമ്പേ കുക്ക് ചെയ്ത മറ്റേ കോഴിയുടെ ചാറില്ലേ, ആ കുക്കറിനകത്ത് അടിക്കുക. അതും കൂടെ കുറച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു, കുറച്ച് ഗ്രേവി ആക്കുന്നു, എന്നിട്ട് നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഒന്നും കൂടെ അങ്ങ് ഇടുന്നു. ഓക്കെ, അത്ര പരിപാടികളുമുള്ളൂ. നല്ല പുക വരുന്നുണ്ട് ഗൈസ്, കണ്ണ് നിറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. കുക്കറിനകത്ത് വെള്ളം കേട്ടോ, ആ നെയ്യും കോഴിയുടെ നെയ്യും നമ്മുടെ മസാല എല്ലാം കൂടെ ഉണ്ട്. അത് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് നല്ല തെറ്റായിരിക്കും. കുറച്ച് മതി ഗൈസ്, അധികം വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ അതങ്ങ് പോകും. ഉണ്ടോ, അടിപൊളിയായില്ലേ. കുറച്ച് ഉപ്പും കൂടെ, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് മതി. നമുക്ക് കുറച്ച് മാറ്റി വെക്കാം ഗൈസ്. അതാകുമ്പോൾ ഇതിൻ്റെ നടുക്കോട്ട് എടുത്തങ്ങ് വെക്കാമല്ലോ. ഏത് നമുക്ക് ഇതിൻ്റെ നടുക്കേക്ക് എടുത്ത് അവനെ അങ്ങോട്ട് വെക്കാം ഗൈസ്. ഇവനെ നമുക്കേ എടുത്ത് ഈ നടുക്കോട്ട് അങ്ങോട്ട് വെക്കണം. നമ്മുടെ കോഴി ശരിക്കും കുക്കായി ഗൈസ്. എനിക്ക് പീസെല്ലാം വിട്ട് പോകുന്നുണ്ടോ. ഇത്രയും കുക്കാക്കേണ്ട കാര്യമില്ല കേട്ടോ ഗൈസ്. നമ്മൾ മാക്സിമം ഒരു 20 മിനിറ്റ് അതിൽ കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടു പോകും. അപ്പോൾ ആ കോഴി അതങ്ങ് പോകും. ഇവനെ നമുക്കിനി കുറച്ച് ഗ്രേവിക്കകത്തിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഓക്കെ ആവും. കുറച്ച് ഗ്രേവി എടുത്തിട്ട് ഇവൻ്റെ മൊത്തത്തിലൊന്നങ്ങ് പൊതിഞ്ഞിടണം ഗൈസ്. ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മുടെ ഷവായ റെഡി ആയിരിക്കുകയാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട് ഗൈസ്. നോക്കി ഗ്രേവി ഉണ്ട്, നല്ല സെറ്റപ്പായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ്. നോക്കി പീസൊക്കെ നല്ല സെറ്റപ്പായിട്ട് തന്നിട്ടുണ്ട്. ആരും കൊത്തിപ്പെട്ടിരുത് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് നൈസായിട്ട് ഇതിനൊന്ന് കഴിച്ച് നോക്കാം. ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ചപ്പാത്തിന്ന് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, പോരാ. നമ്മുടെ കോഴി റെഡി, നമ്മുടെ ചപ്പാത്തി റെഡി. നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒരു ഇച്ചിരി തരുമായിട്ടോ. ചപ്പാത്തിയും കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് ഗ്രേവി നിങ്ങൾ എടുത്തിട്ട് ഈ ചിക്കൻ്റെ കുറച്ച് ലെഗ് എടുക്കാം ഗൈസ്. ഉണ്ടോ ഗൈസ്, ഇറച്ചി നോക്കി ഗൈസ്, ഇറച്ചി നല്ലപോലെ കുക്കായി നോക്കി. അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഒരൊറ്റ പിടിയും കുടിച്ചാണല്ലോ. ഗൈസ് അടിപൊളി സാധനം ഗൈസ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ, അടിപൊളി സാധനം. നോക്കി ഇറച്ചി നോക്കി ഗൈസ്, നോക്കി ഗൈസ്, നല്ല രീതിയിൽ കുക്കായി ഇറച്ചി. ഇങ്ങനെ എടുത്തിട്ട് പിഴിഞ്ഞാ തൊട്ടതെ ചിക്കൻ കാല് ഇങ്ങനെ പോകും. നോക്കി ഗൈസ്, കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ നോക്കി ചിക്കൻ കാല് അതുപോലെ തന്നെ ഊരിപ്പോന്നു. ഇതിനെ നമുക്കൊരു പിടിയില്ല. നല്ലതായിരുന്നു.
നല്ല പോലെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, കഴിച്ചിട്ട് വരാം. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണ് വീട്ടിൽ. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ ഷവായ ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മറ്റേ KFC ഉണ്ടാക്കിയിരുന്നു. KFC അത്ര സെറ്റപ്പ് ഇല്ലായിരുന്നു, പക്ഷേ ഇതും വെച്ച് നോക്കുമ്പം ഷവായ അടിപൊളി നൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അടിപൊളി സാധനമാണ്. ഓക്കെ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.